ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, ഏവർക്കും മാത്സ് മേളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പിസോഡൊക്കെ പറയുമ്പോൾ സീരിയൽ ആണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ മക്കളെ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു വീഡിയോയിൽ നിങ്ങൾ ഈ ചാപ്റ്റർ മുഴുവൻ പഠിക്കാൻ പോവുകയാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കാൻ ഈ ഒറ്റ വീഡിയോ മുഴുവനും കണ്ടാൽ മതി. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കണം. കാരണം ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഫോർവേഡ് ആയിട്ടുള്ള കുട്ടികൾക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മക്കളെ. ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളെ പറയാൻ പോകുന്ന കാര്യം, ഈ ചാപ്റ്ററിൽ ആകെ 2 ടോപ്പിക്കാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മീൻ, രണ്ടാമത്തത് മീഡിയൻ അഥവാ മാധ്യമവും മധ്യമം, മീൻ ആൻഡ് മീഡിയൻ. ഓക്കെ, ഈ 2 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. ഇതിനെ നമ്മൾ മാധ്യമം എന്നും ഇതിനെ നമ്മൾ മധ്യമം എന്നും വിളിക്കാറുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മീനിൽ നിന്ന് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ വന്നാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു 9ാം ക്ലാസ് ടോപ്പിക്കാണ്. ഇതിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്. ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് പരീക്ഷ ചോദിക്കാറുള്ളത്. ഇതിൽ 5 മാർക്കിന്റെ ചോദ്യം സ്ഥിരമായിട്ട് വരാറുള്ളത് 3ാമത്തെ ടോപ്പിക്കിൽ നിന്നാണ്. ആ ടോപ്പിക് എങ്ങനെ വരാന്ന് വെച്ചാൽ ഫ്രീക്വൻസി ടേബിൾ ആണ്. അത് 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ ഇങ്ങനെ പറഞ്ഞിട്ട് തരും. 2ാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ 100 രൂപ പേജൊക്കെ തരും. 100, 200 ഓരോ കൂലികൾ, അതായത് ഫ്രീക്വൻസി ടേബിൾ അല്ലാത്തൊരു ക്വസ്റ്റ്യൻ തരും. 3ാമത്തത് കുറച്ച് നമ്പേഴ്സ് തന്നിട്ട് അതിൻ്റെ മീഡിയൻ അഥവാ മധ്യമം. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദ്യം ഈ ടോപ്പിക്കിൽ നിന്നും 5 മാർക്കിൻ്റെ ചോദ്യം ഈ ടോപ്പിക്കിൽ നിന്നാണ് വരാറുള്ളത്. മാക്സിമം ഈ ചാപ്റ്ററിന് 7 മാർക്കാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ആ 7 മാർക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഈ ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ മാത്രം കണ്ടാൽ മതി. സോ ഏറ്റവും ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: സ്കോർസ് അവാർഡഡ് ടു 9 സ്റ്റുഡൻസ് ഫോർ 1 സബ്ജക്റ്റ് ആർ ഗിവൺ ബിലോ. ഒരു കുട്ടിക്ക് മാർക്ക് കിട്ടിയത് താഴെ തന്നിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മീൻ ആൻഡ് മീഡിയൻ രണ്ടും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മീനും നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നു, മീഡിയനും. ഇതാണ് ഫസ്റ്റത്തെ ടോപ്പിക് എന്നാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ മധ്യമത്തിൽ നിന്നാണ്. ഇപ്പോൾ ഒരു പണിയില്ല. മീൻ എന്ന് പറഞ്ഞാൽ, മാധ്യം എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പറും കൂടി കൂട്ടുക. 15 പ്ലസ് 12 പ്ലസ് 25 പ്ലസ് 10 പ്ലസ് 3 പ്ലസ് 18 പ്ലസ് 17 പ്ലസ് 20 പ്ലസ് 6. എന്നിട്ട് ആകെ എത്ര പദങ്ങളുണ്ട് നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9. അത് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ് മീൻ അഥവാ മാധ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടാൻ അറിയാം. 15, 12, 27, 5, 32, 52, 62, 65, 73, 83, 90, 100, 120, 126. 126/9 ആണ്. 126/9 എന്ന് പറഞ്ഞാൽ 14 ആൻസർ. ഓക്കെ, 14. അടുത്തൊരു ചോദ്യമാണ്, ഇതിലെ മാധ്യം കണ്ടുപിടിക്കാൻ, അതായത് മീഡിയം കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല മക്കളെ. മീഡിയം കണ്ടുപിടിക്കാൻ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ആ തന്ന നമ്പറിനെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ, അസെൻഡിങ് ഓർ ഡിസെൻഡിങ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇവിടെ ഏറ്റവും ആദ്യത്തെ നമ്പർ, ഏറ്റവും ചെറിയ നമ്പർ 3 ആണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ചെറിയ നമ്പർ 6 ആണ്. അതങ്ങനെ ഓർഡറിൽ എഴുതി പോവുക. അത് കഴിഞ്ഞിട്ട് ചെറിയ നമ്പർ ഏതാണ്? 3, 6, 10 അല്ലേ അടുത്ത ചെറിയ നമ്പർ? 10. ഓരോന്നും വെട്ടി പോകുന്ന കേട്ടോ നല്ല. 10 കഴിഞ്ഞ അടുത്ത ചെറിയ നമ്പർ 12 ആണ്. 12 കഴിഞ്ഞ അടുത്ത നമ്പർ 15 ആണ്. 15. അത് കഴിഞ്ഞിട്ട് 17. അത് കഴിഞ്ഞിട്ട് 18. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 20. അത് കഴിഞ്ഞിട്ട് 25. എല്ലാ നമ്പറും നമ്മൾ എഴുതി. ഇങ്ങനെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. ശേഷം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ആകെ എത്ര പദങ്ങളുണ്ട് നോക്കുക. 9 എണ്ണമാണ്. അപ്പം നമുക്കറിയാം, നമ്പർ ഓഫ് ടേംസ് ഓഡ് ഒറ്റ സംഖ്യ ആണെങ്കിൽ അവിടെ കറക്റ്റ് നടുവിൽ ഒരു നമ്പർ ഉണ്ടാവും. അതേതാ നമ്പർ? ആ 9നോട് 1 കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. അത് 5ാമത്തെ പദമായിരിക്കും, 5ാമത്തെ ടേം ആയിരിക്കും ഇതിൻ്റെ മധ്യമം എന്ന് പറയുന്നത്, മീഡിയൻ. 1, 2, 3, 4, 5. അപ്പോൾ ഇതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മധ്യമം സമം മീഡിയൻ ഈക്വൽ ടു 15. ഇത്ര എഴുതിച്ചാൽ ഫുൾ മാർക്കാണ്. ഇത്ര ഉള്ളൂ ഈ കാണുന്ന ടോപ്പിക്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ, സാർ ഇവിടെ ഇരട്ടസംഖ്യ ആയിരുന്നുവെങ്കിലോ? അപ്പോൾ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ 25ൻ്റെ സ്ഥലത്തേക്ക് ഞാനൊരു 26 കൂട്ടിയെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്കറിയാം അവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 എണ്ണമാണ്. 10 ഉണ്ടെങ്കിൽ അവിടെ മീഡിയം ഉണ്ടാവില്ല. കറക്റ്റ് നടുവിലൊരു പദം ഉണ്ടാവില്ല. കറക്റ്റ് നടുവിൽ 2 പദം ഉണ്ടാവും. ഏതൊക്കെ? 10ൻ്റെ പകുതിയായുള്ള 5ാമത്തതും അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടി 6ാമത്തതും. ഇത് രണ്ടും കൂടിയാണ് നടുവിലായിട്ട് വരിക, 5ാമത്തതും 6ാമത്തതും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് 2 നമ്പറും കൂടി കൂട്ടുന്നു. 15, 17 എത്ര? 32 ആണ്. അതിൻ്റെ പകുതി 32ൻ്റെ പകുതി എത്ര? 16. അപ്പോൾ ഇരട്ട സംഖ്യ വരികയാണെങ്കിൽ രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. സെറ്റല്ലേ? അപ്പം നമ്മൾ ഏതൊക്കെ ടോപ്പിക്ക് പഠിച്ചു? ഫസ്റ്റ് ടോപ്പിക്ക് ഇതും പഠിച്ചു, ഇതും പഠിച്ചു. ഇനി ഈ 2 ടോപ്പിക് കൂടി കഴിഞ്ഞാൽ ചാപ്റ്ററും കഴിഞ്ഞു. ഓക്കെ, സോ അതിന് മുമ്പേ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. റൈറ്റ് 7 നമ്പേഴ്സ് വിത്ത് ദർ മീഡിയൻ 25. അതിൻ്റെ മധ്യമം 25 ആവുന്ന രീതിയിൽ 7 സംഖ്യകൾ എഴുതാം. അപ്പോൾ മധ്യമം 25 എന്ന് പറഞ്ഞാൽ 7 സംഖ്യകളല്ലേ, ഓഡ് നമ്പറാണ്. അപ്പോൾ നടുവിൽ 25 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പേഴ്സ് എന്താക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാം. 25 ഇട്ടു. ഇവിടുന്ന് അങ്ങോട്ട് 5 കൂട്ടിക്കോളൂ വേണമെങ്കിൽ, അല്ലെ 3 കൂട്ടിക്കോ. 28, 31, 34. ഒരു സമാന്തര ശ്രേണി എഴുതിയാൽ മതി.
3 കുറച്ചോ 22 18 15 നോക്കി നോക്കൂ. ഇതിൻ്റെ കറക്റ്റ് നടുവിൽ 25 അല്ലേ വരിക. 7 പദങ്ങളുണ്ടെങ്കിൽ കറക്റ്റ് നടുവിൽ വരുന്ന ആളാണ് ആര് എന്ന് പറയുന്നത്? മീഡിയൻ, മധ്യമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു എന്നുള്ളൂ. അതേപോലെ തന്നെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ചാപ്റ്ററായിട്ട് കണക്ട് ചെയ്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. നല്ല രസമുള്ള ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 180. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 180 ആണ്. ഒന്നാമത്തെ ചോദ്യം, 5ാമത്തെ പദം എന്ത്? നമുക്കറിയാം 5ാമത്തെ പറഞ്ഞാൽ തുക ബൈ എണ്ണം. തുക സം 180 ബൈ എണ്ണം 9. അപ്പോൾ ഇതിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20 ആയിരിക്കും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നാമത്തെ ചാപ്റ്ററിന് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. അടുത്തൊരു ചോദ്യം, ഈ ശ്രേണിയിലെ ആദ്യത്തെ 9 പദങ്ങളുടെ മാധ്യവും മധ്യമവും അതിൻ്റെ മീനും മീഡിയനും കണ്ടുപിടിക്കണം. നമുക്കറിയാം മീൻ അഥവാ മാധ്യം എന്ന് പറഞ്ഞാൽ മീൻ, ഒന്നാമത്തെ ടോപ്പിക് നമുക്കറിയാം തുക ബൈ എണ്ണമാണ്. സം ഡിവൈഡഡ് ബൈ എണ്ണം അല്ലേ, നമ്മൾ ഫസ്റ്റ് ചെയ്തു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ തുക ഡിവൈഡഡ് ബൈ എണ്ണം, അത് തന്നെയാണ് നമുക്കിപ്പോൾ തൊട്ട് മുമ്പ് കിട്ടിയത്. ഇതിൻ്റെ തുക ഡിവൈഡ് ബൈ എണ്ണം, ദാറ്റ് ഈസ് മീൻ ഈക്വൽ ടു 20. ആൻസർ ചെയ്താൽ ഇതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയൻ എന്ന് പറഞ്ഞാൽ മധ്യമം, കറക്റ്റ് നടുവിലുള്ള ടേമാണ്. ഇപ്പോൾ എത്ര ടേം ഉണ്ട് ഇവിടെ? മൊത്തം 9 പദങ്ങളുണ്ട്. അതിൻ്റെ കറക്റ്റ് നടുവിൽ ഏതാ ടേം വരുന്നത് നോക്കാം. അതിൻ്റെ കറക്റ്റ് നടുവിൽ വരുന്ന ടേമാണ് x5. അത് എത്രയാണ്? x5 എന്ന് പറഞ്ഞാൽ 20 ആണ്. രണ്ടിൻ്റെ ആൻസർ സെയിം. അപ്പോൾ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? സെയിം ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊരു A+ ടൈപ്പ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തെന്നുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്ന 2 ടോപ്പിക് കൂടി ഉണ്ട്. അതും കൂടി ഞാൻ ചാപ്റ്റർ എന്തായി ഫിനിഷ് ആയിട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് അടുത്തൊരു ടോപ്പിക്, നമ്മൾ പറഞ്ഞ മീഡിയൻ അഥവാ മധ്യമത്തിൻ്റെ അടുത്തൊരു ടോപ്പിക്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ടേബിൾ നിങ്ങൾ നോക്കണ്ട കേട്ടോ. ചിലപ്പോൾ ടേബിൾ നിങ്ങൾ കുത്തനായിരിക്കും തരിക. അതായത് 4000, 5000, 6000 ഇങ്ങനെ തരിക. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും തരിക. ഏത് വന്നാലും ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം 2 ടേബിൾ വരയ്ക്കുക. ഓക്കെ, 2 ടേബിൾ വരയ്ക്കുക. എന്നിട്ട് അതിനെ കറക്റ്റ് പകുതിയാക്കുക. കറക്റ്റ് പകുതിയാ എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് തന്ന ഹെഡിങ് തന്നെ കൊടുക്കുക. മന്ത്ലി ഏണിംഗ്, മാസ വരുമാനം. മന്ത്ലി ഏണിംഗ്, മാസ വരുമാനം. ആ തന്ന ഹെഡിങ് തന്നെ എഴുതിയാൽ മതി. പിന്നെ നമ്പർ ഓഫ് ഫാമിലീസ്, കുടുംബങ്ങളുടെ എണ്ണം. ഇങ്ങനെയാണ് വന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ് ടു 3, 3 വരെ, അപ് ടു 3 3 വരെ, അപ് ടു 7 7 വരെ, 3 7 സോറി നേരെ തിരിച്ചിട്ടോ, രണ്ടാമത്തെ കോളല്ലേ. അപ് ടു 3000 കേട്ടോ, സോറി അപ് ടു 4000, അപ് ടു 5000, അപ് ടു 6000, അപ് ടു 7000, അപ് ടു 8000, അപ് ടു 4000, 5000, 6000, 7000, 8000. ഇത്രയല്ലേ അന്നുള്ളൂ? 8000. പിന്നെ 3 7 8 6 1 അല്ലേ. നമുക്കറിയാം 4000 വരെ സാലറി വാങ്ങുന്ന, അല്ലെങ്കിൽ ഇത് വാങ്ങുന്ന മന്ത്ലിയാ 4000 വരെ സാലറി വാങ്ങുന്ന 3 കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ 3 എന്ന് എഴുതുന്നു. 5000 വരെ സാലറി വാങ്ങുന്ന എത്ര ആൾക്കാരുണ്ട്? 3 + 7 10 ആൾക്കാരുണ്ട്. 10 എന്ന് എഴുതുന്നു. പിന്നെ 10നോട് 8 കൂട്ടുന്നു, 18 എഴുതുന്നു. 18നോട് 6 കൂട്ടുന്നു, 24 എഴുതുന്നു. 24നോട് 1 കൂട്ടുന്നു, 25 എഴുതുന്നു. ഇതാണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. 25 ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ മീഡിയൻ മധ്യമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം N 25 ആണെങ്കിൽ അതിനോട് 1 കൂട്ടി 26. മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ആളായിരിക്കും? 26/2 13ാമത്തെ ആളായിരിക്കും മീഡിയൻ. 13ാമത്തെ ആളായിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. 13ാമത്തെ ആളായിരിക്കും മീഡിയൻ. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ 13ാമത്തെ നമ്പർ എവിടെ വരുന്നത്? 10ൻ്റെയും 18ൻ്റെയും ഇടയിലാണ് 13ാമത്തെ ആൾ വരുന്നത് അല്ലേ. ഈ 2 നമ്പറിൻ്റെയും ഇടയിലാണ് 13ാമത്തെ ആൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. 10ാമത്തെ ആൾ വരെ 5000. അപ്പോൾ 10 മുതൽ 18ാമത്തെ ആൾ വരെ എത്രയായിരിക്കും വരിക? 6000 ആയിരിക്കും വരിക. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6000. അതായത് ഇതിൻ്റെ അടിയത്തെ നമ്പർ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ ഈ കാണട്ടോ. 3 മാർക്കാണ്. ഇതിന് അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല, പക്ഷെ വന്നാൽ ഇതിന് എത്ര മാർക്കാണ്? 3 മാർക്കാണ്. അത്രയും സിമ്പിൾ ആയിരിക്കും. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്നുകൂടി എടുത്ത് കാണാം കേട്ടോ. അപ്പം നിങ്ങളുടെ മനസ്സിൽ വീണ്ടും ഒരു സംശയം ഉണ്ടാവും, സാർ ഇവിടെ ഇരട്ടസംഖ്യ വന്നാലോ എന്ന്. അപ്പോൾ ഇരട്ടസംഖ്യ എന്നാൽ 2 ആളുകൾ ഉണ്ടാവും. ഏതൊക്കെ 2 ആളുകൾ? 13ാമത്തോ 14ാമത്തോ. ഇവിടെ 13ാമത്തെ ആളാണെങ്കിലും 14ാമത്തെ ആളാണെങ്കിലും ഇവിടുത്തെ സാലറി എത്രയാണ്? 6000 ആണ്. കാരണം 10 മുതൽ 18 വരെയുള്ള ആളുകൾക്ക് എത്ര സാലറി? 6000 ആണ്. അപ്പോൾ രണ്ടിൻ്റെ ഉത്തരം 6000. സിമ്പിൾ അല്ലേ? സോ ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് 5 മാർക്കിന് സ്ഥിരമായിട്ട് പരീക്ഷ ചോദിക്കുന്ന 3ാമത്തെ ടോപ്പിക്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഇത് പഠിച്ചു, ഇത് പഠിച്ചു, ഇത് പഠിച്ചു, ഇത് പഠിച്ചു. ഇനി ടോപ്പിക്. ഇതിൽ 2 ടൈപ്പ് ഉണ്ട്. N ഒറ്റ സംഖ്യ ആവുന്നതും N ഇരട്ട സംഖ്യ ആവുന്നതും.
ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, പക്ഷേ ഞാൻ പഠിപ്പിക്കും. അഥവാ ടഫായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇത് ചോദിക്കാം. ഇതാണ് സ്ഥിരമായിട്ട് പരീക്ഷ ചോദിക്കുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് പഠിച്ചോളൂ. ഇത് വേണ്ട ആളുകൾ പഠിച്ചാൽ മതി, നിർബന്ധിക്കുന്നില്ല. ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്, അടുത്ത ചാപ്റ്റർ ഏത് വേണം, ഈ ചാപ്റ്റർ ഈസി ആയോ, ഒക്കെ നിങ്ങൾ എന്താക്കണം, കമന്റ് ചെയ്യണം കേട്ടോ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. 5 മാർക്കിന് സ്ഥിരമായിട്ട് പരീക്ഷ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും മിസ്സാക്കരുത്. ഇത് നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തരും. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും 100 to 120 ഫ്രീക്വൻസി ടേബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഒരു ഇതേപോലെ ഒരു ബോക്സ് വരക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 എണ്ണമായിട്ട് മുറിക്കുക. ഓക്കെ, ഇവിടെ ചെറിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആകെ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തത് അപ് ടു വരെ എന്നാണെങ്കിൽ 10 വരെ 20 വരെ എന്നാണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിലോ എന്നാണ്. ഹെഡിങ് ആ തന്ന അതേ ഹെഡിങ് തന്നെ വെക്കാം, കൺസപ്ഷൻ. ഓക്കെ, മലയാളം മീഡിയം കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പെടുന്നുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ പേടിക്കേണ്ട. ഓക്കെ, ഉപഭോഗം കൺസപ്ഷൻ. ഓക്കെ, ഇവിടെ വരികയാണെങ്കിൽ വീടുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് CF എന്ന് എഴുതി വെച്ചാൽ മതി. CF ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. മലയാളം മീഡിയക്കാരും CF എന്ന് തന്നെ എഴുതി വെച്ചാൽ മതി. ഇനി ഇത് അറിയാത്ത ആളുകൾ ഈ ഹെഡിങ് തന്നെ എഴുതിയാൽ മതി, നോ പ്രോബ്ലം. വീടുകളുടെ എണ്ണം തന്നെ എഴുതുക. അപ്പോൾ സിമ്പിളാണ്. 100 മുതൽ 120 വരെ അല്ലേ. അപ്പോൾ ബിലോ 120, 120 കുറവ് ബിലോ 120. പിന്നെ ഏതാണ് 140, 160, ഇങ്ങനെ താഴോട്ടൊക്കെ ചെയ്താൽ 140, 160, 180, 200, 220 അല്ലേ. 220, 240 വരെ ഉണ്ട് അല്ലേ. 240 ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബിലോ മൊത്തത്തിൽ അങ്ങ് എഴുതുന്നു. 220, 240. ഓക്കെ, ബിലോ എന്ന് എഴുതണേ. ബിലോ എല്ലാവരും ബിലോ, അല്ലെങ്കിൽ ബിലോ കുറവ് 120 കുറവ്, 140 കുറവ്, അങ്ങനെ എഴുതുക. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ ഒരു ബോക്സ് ഇങ്ങനെയൊക്കെ വരക്കാം, നല്ലതാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾ വരച്ചു നോക്കാം. നിർബന്ധമല്ല, പക്ഷേ വൃത്തിക്ക് നല്ലതാണ്, തെറ്റാതിരിക്കാൻ. ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ആ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്താണ് നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ. അതായത് ഇവിടെ 4 ഉണ്ട്. 4 8 കൂട്ടിയാൽ 12, 12 19, 29, 35, 39, 45 ഇങ്ങനെ എഴുതാം. ഓക്കെ, 4 12 19 29, 4 12 19 29, 35 39 45. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ മൊത്തം 45 ആളുകളുണ്ട്. ഒറ്റസംഖ്യയാണ്. ഒറ്റസംഖ്യ ആണെങ്കിൽ ഒരു രീതിയും, ഇരട്ട സംഖ്യ ആണെങ്കിൽ കുറച്ചൊരു മാറ്റമുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചോളൂ, 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ചിലപ്പോൾ 2 ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. ആ 2 ചോദ്യങ്ങൾ ഇതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, അതാ രസം. ഓക്കെ, അപ്പോൾ ഈ 2 രീതിയിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, ചിലപ്പോൾ 3 ചോദ്യം ഉണ്ടാവും, ചിലപ്പോൾ 2 ചോദ്യം 5 മാർക്കാണ്. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ ഈ വീടുകളുടെ എന്താക്കാണ് ഒരു ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ ഒരു കൃത്യമായുള്ള ഓർഡറിൽ നമ്മൾ അടയാളപ്പെടുത്തുകയാണെങ്കിൽ എത്രാമത്തെ വീടിൻ്റെ ഉപയോഗമാണ് മദ്യമായിട്ട് കാണുക. അപ്പം 45 ആളുകളുണ്ടെങ്കിൽ എത്രാമത്തെ ആളുടേതാണെടാ, 45നോട് 1 കൂട്ടുക 46, അതിൻ്റെ പകുതി. അതായത് 23ാമത്തെ ആളുകളുടെയാണ്, 23ാമത്തെ വീടിൻ്റെതാണ് നമ്മൾ എന്താക്കിയെടുക്കുന്നത്, മീഡിയൻ മദ്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇരട്ട സംഖ്യ ആണെങ്കിൽ 2 ആളുകളുണ്ടാവും, 23 24, അത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദ കൺസെപ്ഷൻ ഓഫ് 20th ഹൗസ് ഹോൾഡ്, 20ാമത്തെ ആളുടെ സാങ്കല്പിക മധ്യമം. വാട്ട് ഈസ് ദ കൺസെപ്ഷൻ ഓഫ് 20th ഹൗസ് ഹോൾഡ് അക്കോർഡിംഗ് ടു അവർ അസംഷൻ. അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സാങ്കല്പിക മധ്യമമാണ്. ഓക്കെ, സാങ്കല്പിക മധ്യമം ചോദിക്കും. അത് ഏതാ ചോദിക്കാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമുക്കറിയാം 23 എന്ന് പറയുന്ന നമ്പർ എവിടെയാണ് വരുന്നത്, 19ൻ്റെയും 29ൻ്റെയും ഇടയിലാണ്. അപ്പോൾ ആ 2 കോള് നമ്മൾ എന്താക്കുന്നു, ഒന്ന് കളർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്ന് ബോക്സ് ആക്കുന്നു. ഇവിടെ ഒന്ന് ബോക്സ് ആക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് 20 ചോദിക്കാൻ കാരണം അറിയോ, ഇവിടെയുള്ള നമ്പർ 19 അല്ലേ. അതായത് നമ്മൾ ബോക്സ് വരച്ചത് ഏറ്റവും മുകളിലത്തെ നമ്പർ ഏതാ, 19. അതിൻ്റെ തൊട്ടടുത്ത നമ്പറേ ചോദിക്കുള്ളൂ. ഇനി അത് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താക്കണം, കാണാം. അതാണ് ഒരു ഈസി ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 20ാമത്തെ ആളുടെ സാങ്കല്പിക മധ്യമാണ് കാണേണ്ടത്. ഏത് ചോദ്യമാണെങ്കിലും ശ്രദ്ധിച്ചോളൂ മക്കളെ, ഇതുപോലെ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ 19 ആണെങ്കിൽ നമ്മൾ 20ാമത്തെ കണ്ടുപിടിക്കുക, ചോദിച്ചാലും ഇല്ലെങ്കിലും. ഇനി ഇവിടെ 13 ആണെങ്കിൽ ഇവിടെ 14ാമത്തെ കണ്ടുപിടിക്കുക. ഇവിടെ 21 ആണെങ്കിൽ 22ാമത്തെ. ഇനി 14 ആണെങ്കിൽ 15ാമത്തെ. ഏതാണോ ഇവിടെ വരുന്നത് അതിൻ്റെ തൊട്ടടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കറിയാം 19ാമത്തെ ആളുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 160. 19ാമത്തെ ആളുടേതിനോട് ഒരു D/2 കൂട്ടണം. ഇതാണ് അതിൻ്റെ മെത്തേഡ്. വെരി ഇമ്പോർട്ടൻറ്റ്, സ്റ്റാർ ഇട്ട് വെച്ചോളൂ. എല്ലാ ചോദ്യത്തിലും സെയിം മെത്തേഡ്. 20ാമത്തെ ചോദിച്ചാൽ, അതായത് 20ാമത്തെ എങ്ങനെയാണ് ചോദിക്കുക, ഇതിൻ്റെ തൊട്ടടുത്തതേ ചോദിക്കുള്ളൂ. അത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചോദിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇത് ചെയ്യണം. 19ാമത്തെ പ്ലസ് D/2. 19ാമത്തെ നമുക്കറിയാം 160 ആണ്. പ്ലസ് D എത്ര നിങ്ങൾക്കറിയില്ല മക്കളെ. D കാണുന്ന മെത്തേഡാണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 180 മൈനസ് 160 ഡിവൈഡഡ് ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 29 മൈനസ് 19.
അപ്പോൾ ആൻസറായി 20/10 ദാറ്റ് ഈസ് ഇക്വൽ ടു 2. ഇതാണ് ഇതിൻ്റെ ഡി എന്ന് പറയുന്നത്. 20 180 160 20 20/10. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വൽ ടു 2 ഇവിടുത്തെ കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ d/2 എന്ന് പറഞ്ഞാൽ 2ൻ്റെ പകുതി, ദാറ്റ് ഈസ് ഇക്വൽ ടു 161. 20ാമത്തെ വീടിൻ്റെ സാങ്കല്പിക മധ്യമം 161. അറിയാത്ത ആളുകൾ എഴുതി വെച്ചോളൂ, വെരി ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനെ ചോദിക്കുള്ളൂ കേട്ടോ, ഡോണ്ട് വെറി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മീഡിയൻ കൺസപ്ഷൻ? അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, മധ്യമ കൺസപ്ഷൻ എത്രയാണ്, ഉപഭോഗം എത്രയാണെന്ന് വെച്ചാൽ നമുക്കറിയാം. മധ്യമ എത്രാമത്തെ ആളുടേതാണ്? 23ാമത്തെ ആളുടേതാ. മധ്യമം മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ആളുടേതാ? 23ാമത്തെ ആളുടേതാ. നമ്മൾ കണ്ടുപിടിച്ചു ഓൾറെഡി, ഇല്ലെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ 23ാമത്തെ ആളുടെ കിട്ടണമെങ്കിൽ നമുക്കറിയാം 20ാമത്തെ പദം ഓൾറെഡി അറിയാം അല്ലേ? അതിനോട് 3D കൂട്ടിയാൽ മതി. അവിടെ d/2 അല്ല, അവിടെ 3D. സോ 20ാമത്തെ 161 + 3 × 1 ദാറ്റ് ഈസ് ഇക്വൽ ടു 161 + 3 ദാറ്റ് ഈസ് ഇക്വൽ ടു 164. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്കാണ്. ഏത് ചോദ്യം ഇതേപോലെ നിങ്ങൾ ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഞാൻ 2023 പബ്ലിക് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാണ് മക്കളെ. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിന് ഈ മാർക്ക് ഇല്ലാത്ത നിങ്ങൾക്ക് ചോദ്യ പേപ്പർ ഉണ്ടാവില്ല. അതുകൊണ്ട് 5 മാർക്ക് കിട്ടാൻ ഈ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇതുപോലെ വന്നാൽ 2 കള്ളിയായിട്ട് വരക്കുക, കൺസെപ്ഷനും CF ഇടാം, പിന്നെ അല്ലെങ്കിൽ ആ ബോർഡ് ഇതുപോലെ എഴുതുക. 45 ആളുകളുണ്ടെങ്കിൽ 23ാമത്തെ ആളുടേതാണ് മീഡിയൻ ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇത് രണ്ടും കള്ളിയിലാക്കുന്നു. എന്നിട്ട് 19ാമത്താണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് എന്തായാലും ചോദിക്കും. ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ എന്താക്കണം, 20ാമത്തെ ആളുടേത് d/2 ഇട്ട് വെച്ച് ചെയ്യണം. 19ാമത്തെ ആളുടെ നമുക്കറിയാം 160, അതിനോട് d/2. ഡി കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചു. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഡി കിട്ടി. എന്നിട്ട് ആൻസർ ഈസി ആയിട്ട് ചെയ്തു. എന്നിട്ട് 23ാമത്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കിട്ടണമെങ്കിൽ 20ാമത്തിനോട് 3D കൂട്ടിയാൽ മതി. സോ ആൻസർ ഈസ് സിമ്പിൾ. അപ്പോൾ നിർബന്ധമായിട്ട് വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, സാർ ഇവിടെ ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്താ സംഭവിക്കാന്നുള്ളത്. ആ ഒരു ചോദ്യം ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഞാൻ വർക്കായിട്ട് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2023 പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇത് വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് വാട്ട് പൊസിഷൻ മീഡിയൻ. അപ്പോൾ ഇത് ലോഡിയും കൂട്ടുക, അപ്പോൾ ഒരു നമ്പർ കിട്ടും. ഓക്കെ, 13 × 21 41 46 66 75 85 89 99 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 99 100 ഒന്ന് കൂട്ടുക. 50ാമത്തെ ആളുടേതായിരിക്കും എന്തുണ്ടാവുക, ഇവിടെ മീഡിയൻ ആയിട്ട് എടുക്കുക കേട്ടോ. മധ്യമായിട്ട് 50ാമത്തെ ആളുടേതായിട്ട് എടുക്കുക. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് എ മീഡിയൻ ക്ലാസ്. അതിൻ്റെ മീഡിയൻ ക്ലാസ് ഏതാ വരാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഏതാണോ വരുന്നത്, ഏതിൻ്റെ ഇടയിലാണോ വരുന്നത്. ഇപ്പോൾ ഇവിടെ തന്ന ചോദ്യത്തിന് മീഡിയൻ ക്ലാസ് ഏതാ? 160 to 180. ഓക്കെ, ഈ കാണുന്ന ചോദ്യത്തിൽ 160 to 180 മധ്യമ ക്ലാസ്. ഓക്കെ, അപ്പോൾ 160 to 180. ഇതേപോലെ നിങ്ങൾ മറ്റേ ചോദ്യത്തിന് എന്താ വരുന്നത് നോക്കി നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. മീഡിയം കണ്ടുപിടിക്കുക, സിമ്പിളാണ്, ചെയ്ത് നോക്കാം. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ഈവൻ നമ്പർ വെച്ചുള്ള ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്ത് നോക്കാൻ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം, എക്സ്ട്രാ ആയിട്ട് ചെയ്ത് നോക്കാം. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ എന്താക്കുന്നത്, അടുത്തൊരു ഈവൻ നമ്പർ വെച്ചുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇതുവരെ അങ്ങനെ പരീക്ഷയ്ക്ക് വന്നിട്ടില്ല. പക്ഷേ വന്നാൽ നിങ്ങൾ എങ്ങനെ ചെയ്യാനുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ എന്താക്കണം, ഒരു ടേബിൾ വരക്കണം. ഓക്കെ, ടേബിൾ വരച്ചിട്ട് 2ആയിട്ട് തിരിക്കുക. 10 അപ്പം 10 ബിലോ 10 ബിലോ 10 ബിലോ 10 20 30 40 50 അല്ലേ, 50 വരെ ബിലോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ബിലോ 10ൻ്റെ ആണെങ്കിൽ 4 4 8 12 22 31 36 എന്നീ ഇരട്ട സംഖ്യയാണ്. ഓക്കെ, 4 12 22 31 36. ഓക്കെ, ഹെഡിങ് തന്നെ കൊടുക്കാം, മാർക്ക് നമ്പർ ഓഫ് ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ 36 ആളുകളുണ്ട്. 36 ആളുകളുണ്ടെങ്കിൽ മീഡിയൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 36ൻ്റെ പകുതി എടുക്കുക, എന്നിട്ട് അതിനോട് ഒന്ന് കൂട്ടുകയും ചെയ്യാം. 36ൻ്റെ പകുതിയോട് ഒന്ന് കൂട്ടുകയും ചെയ്യാം. അതായത് 18 19. 2 ആളുകളുടേത് എന്തായിട്ട് വരും, മീഡിയൻ ആയിട്ട് വരും. പക്ഷേ 2 ആളുകളുടെ ഒരുമിച്ചല്ല നമ്മൾ എഴുതേണ്ടത്. എന്നിട്ട് ആ 19ാമത്തെ ആളുടെ നമ്പറും 19ാമത്തെ ആളുടെ നമ്പറും കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കണം. ഇതാണ് മീഡിയൻ ആയിട്ട് വരിക. അപ്പോൾ കുറച്ച് അധികം സ്റ്റെപ്പ് ഉണ്ടാവും. ശരി, അങ്ങനെ ചോദിക്കാറില്ല, വേണ്ട ആളുകൾ കണ്ടാൽ മതി. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടേ പോകാം കേട്ടോ. അപ്പോൾ ഇതിന് ആൻസർ ഇത്രേ ഉള്ളൂ. അപ്പം 18 19 അല്ലേ, ഇതിൻ്റെ ഇടയിലാണ് 18 19 വരുന്നത് നോക്കാം. 20ൻ്റെ 30ൻ്റെ ഇടയിലാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 20ൻ്റെ 30ൻ്റെ 20 to 30 ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്താ, 13ാമത്തെ ആളുടെ സാങ്കല്പിക മധ്യമം ചോദിക്കും. ചോദിച്ചില്ലെങ്കിലും എഴുതണം, കാരണം 12ാമത്തെ ഇവിടെ ഉണ്ട്, അതിനോട് തൊട്ടടുത്ത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, 13ാമത്തെ ആളുടെ സാങ്കല്പിക മധ്യമം അസ്യൂംഡ് മീഡിയൻ ഈസ് ഈക്വൽ ടു 12ാമത്തെ ആളിനോട് d/2 കൂട്ടാം. 12ാമത്തെ ആളുടെ നമുക്കറിയാം 20 ആണ്. സോ 20 + d/2. ഡി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 30 - 20 ഡിവൈഡഡ് ബൈ 22 - 12
22 - 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 10/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ D/2 എന്ന് പറഞ്ഞാൽ 1/2 20.5. ഓക്കെ, ഇനി നമുക്ക് എത്രാമത്തെ കണ്ടുപിടിക്കണം? 18ാമത്തെ കണ്ടുപിടിക്കണം, 19ാമത്തെ കണ്ടുപിടിക്കണം. അപ്പോൾ 13ാമത്തേനോട് 18ാമത്തേക്കാണെങ്കിൽ 13ാമത്തേത് പ്ലസ് 5D ദാറ്റ് ഈസ് ഈക്വൽ ടു 13ാമത്തേത് എത്രയാണ്? 20.5 പ്ലസ് 5D എന്ന് പറഞ്ഞാൽ 5 25.5 കിട്ടും. ഓക്കെ, 19ാമത്തോ 18ാമത്തിനോട് 1D കൂട്ടിയാൽ മതി. 25.5 പ്ലസ് 1 26.5. ഓക്കെ, അപ്പോൾ 18ാമത്തും കിട്ടി 19ാമത്തും കിട്ടി. അപ്പം മീഡിയം കണ്ടുപിടിക്കണമെങ്കിൽ 2 അത് കിട്ടണം. 18ാമത്തേത് പ്ലസ് 19ാമത്തെ /2. ഇതാണ് അവസാന ആൻസർ. ഞാൻ വീണ്ടും പറയാണ്, ഇതങ്ങനെ എക്സാം ചോദിക്കുന്ന ടോപ്പിക് അല്ല. പക്ഷേ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താക്കണം, ചെയ്യണം. കാരണം നമ്മുടെ കുട്ടികൾ എന്തായാലും ഏത് ടോപ്പിക് വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറണം. അപ്പം 20 40 5.5 6.5 12 40 12 52/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 26 ആണ് ആൻസർ. സെറ്റല്ലേ? സോ ഐഡിയ ക്ലിയർ ആണെന്ന പ്രതീക്ഷയോടുകൂടി 1 2 3 4 5 6 7 8 9 10 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പറിന്റെ മീൻ എത്ര, മീഡിയൻ എത്ര എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അഥവാ മാധ്യമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ ഫീഡ്ബാക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന പ്രതീക്ഷയോടുകൂടി ബൈ.